സാറേ, ഇപ്പം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് അദാനി ഇപ്പോൾ അറസ്റ്റിലാവുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ സംഭവിക്കുമോ? അപ്പോൾ ഈ ജോർജ് സോറോസ് ആണ് ഇതിൻ്റെ പിന്നിലെന്നും കേൾക്കുന്നു. അല്ല, അദാനി എവിടെ അറസ്റ്റ് ചെയ്യാനായിട്ട് അറിയില്ല. ഇപ്പം ഇന്നത്തെ പത്രം എടുത്ത് നോക്കണം സാർ. കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും നാളെ അദാനി അറസ്റ്റ് ചെയ്യുന്ന ഈ രീതിയിൽ. മറ്റേ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് രാജ്യാന്തര കോടതി ഉത്തരവിട്ടു. രാജ്യാന്തര കോടതി ഇതിനു മുമ്പ് പല ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. അവർക്ക് ഉത്തരവിടാൻ മാത്രമേ പറ്റുള്ളൂ. അതത്രേ പറ്റുള്ളൂ. അപ്പോൾ ബൈഡൻ പോകുന്നതിന് മുമ്പ് ബൈഡന്റെ മുതലാളി ജോർജ് സോറോസ് പറഞ്ഞിട്ട് ചെയ്തതാണല്ലോ. ഇവിടെ കേസില്ല. പിന്നെ ഇത് ഈ രാഹുൽ ഗാന്ധി കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പാണല്ലോ ഇങ്ങനത്തെ ഈ ഉണ്ടയില്ല വെടിവെക്കുന്നത്. ശരിക്കും നാറും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അദാനി കോഴ കൊടുത്തു എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ, അവിടെയൊക്കെ പ്രതിപക്ഷമായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ വേറെ ജഗ്മോഹൻ അങ്ങനത്തെ ആളുകളൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഒരു സ്ഥലത്തും BJP സർക്കാർ ഉണ്ടായിരുന്നില്ല. അതിനെ കുറിച്ച് കൃത്യമായിട്ട് ചിന്തിക്കാതെ ആയിരിക്കും വെടിവെച്ചത്. ഒരെണ്ണം കിട്ടിയല്ലോ, കിടക്കട്ടെ എന്ന് പറഞ്ഞാണ്. അപ്പോൾ വേറെ പല സാധനങ്ങളുമായിരിക്കും വന്നു കൂടുന്നത്. എന്തായാലും ഇവിടെ അങ്ങനെ ഒരു അഴിമതി കേസില്ല. പിന്നെ 2000 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഈ പീനട്സ് എന്ന് പറയില്ലേ, ഇറ്റ് ഈസ് പീനട്സ് ഫോർ അദാനി എന്ന് പറഞ്ഞ വെറും കപ്പലണ്ടിയാണ് 2000 കോടി. അദാനി കൈക്ക് കോഴ കൊടുത്തു എന്ന് പറയുന്നൊരു സംഖ്യ വെച്ച് നോക്കുമ്പോൾ അതായി 2000 കോടി എന്ന് പറയുന്നത്. അമേരിക്കയിലൊക്കെ ഡോളർ കേസ് പറയുമ്പോൾ ഒരു കുറച്ചുകൂടിയൊക്കെ നിലയും വിലയൊക്കെ വേണ്ട അല്ലേ? തറവാട് നോക്കിയിട്ട് വേണ്ടേ? തറവാട് നോക്കിയിട്ട് വേണ്ട ചെയ്യാനായിട്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്ന അമേരിക്കൻ അറ്റോർണി ബ്രിയോൺ പീസ് ജോർജ് സോറോസിൻ്റെ കാശ് മേടിച്ച് നടക്കുന്ന ഒരാളാണ്. അയാളും അയാളുടെ ഭാര്യയും ഒക്കെ. അപ്പോൾ ജോർജ് സോറോസ് പറയുന്നത് പോലെ ജോർജ് സോറോസിൻ്റെ ഫണ്ടിങ്ങിലൊക്കെ നടക്കുന്ന ആളാണ് US അറ്റോർണി. ഈ കേസൊക്കെ ഈ തിരക്കഥയൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കുന്ന ബ്രിയോൺ പീസ്. അങ്ങേര് 48ാമത്തെ അമേരിക്കൻ അറ്റോർണി ആണ്. ഈ കുറ്റങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇയാളാണ്, ബ്രിയോൺ സ്റ്റേസി പീസ്. ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് ന്യൂയോർക്ക്, അവിടുന്നാണ് ഇപ്പോൾ അറസ്റ്റ് വാറണ്ടും ഒക്കെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇപ്പോൾ സോറോസിൻ്റേതായിരുന്നു ഹിൻഡൻബർഗ് അവർക്ക് കാശ് കൊടുത്തത്. ഒരു മുറുക്കാൻ കട പോലെ 6 പേരോ മറ്റോ നടത്തുന്ന ഒരു ചെറിയ സ്ഥാപനമാണത്. ഇങ്ങനെ ഒരു സാധനം എഴുതി ഉണ്ടാക്കണമെന്ന് മാത്രമല്ലേ. പിന്നെ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഈ 3 സോറോസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഘടനകളാണെന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമാണ്. 3 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പരിപാടി. നേരത്തെ 2 എണ്ണം. ഈ ബ്രിയോൺ പീസ് എന്ന് പറഞ്ഞ ഈ അറ്റോർണിയുടെ ഭാര്യ ജാക്വിലിൻ ജെയിംസ്, ഇവര് ഒരു സംഘടനയുടെ ഡയറക്ടറാണ്. അവർ ഡയറക്ടർ ആൻഡ് സീനിയർ അറ്റോർണി അറ്റ് ഈക്വൽ ജസ്റ്റിസ് ഇനീഷ്യേറ്റീവ് എന്ന NGOയിലാണ് ഈ അറ്റോർണിയുടെ ഭാര്യ പ്രവർത്തിക്കുന്നത്. അവരവിടുത്തെ വക്കീലുമാണ്, ഡയറക്ടറുമാണ്. ഇങ്ങനത്തെ NGOസിനാണല്ലോ സഖാവ് ജോർജ് സോറോസ് പൈസ കൊടുക്കുന്നത്. അപ്പം ഇത് അലബാമയിലെ മോൺഗോമറിയിലാണ് ഈ NGO പ്രവർത്തിക്കുന്നത്, ഈക്വൽ ജസ്റ്റിസ് ഇനീഷ്യേറ്റീവ്. അപ്പോൾ അത് മനുഷ്യാവകാശ കാര്യങ്ങൾ, മനുഷ്യാവകാശം, ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജോർജ് സോറോസ് അതിൻ്റെ അകത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് അവരുടെ പ്രവർത്തനം. ഇത് സ്ഥാപിച്ചത് ബ്രയാൻ സ്റ്റീവൻസൺ എന്ന് പറഞ്ഞ ആളാണ്. ബ്രയാൻ സ്റ്റീവൻസൺ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമാണ് ഈ NGOയുടെ. അയാൾ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, സോറോസിൻ്റെ, ആ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിൻ്റെ US അമേരിക്കയിലെ പ്രോഗ്രാം ബോർഡിൽ അംഗമാണ്. അപ്പോൾ US പ്രോഗ്രാം ബോർഡിൽ അംഗമായ ഒരാളുടെ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് അറ്റോർണിയുടെ, ഈ കേസ് മുഴുവൻ എഴുതിയുണ്ടാക്കിയ അറ്റോർണിയുടെ ഭാര്യ. ബന്ധം മനസ്സിലായി വളരെ എളുപ്പത്തിൽ, വളരെ ക്ലീൻ അല്ല. അങ്ങനെ ഈ പീസ് ദമ്പതിമാർ
അറ്റോർണി ദമ്പതിമാർ സോറോസും ഒക്കെ ആയിട്ട് നല്ല അടുപ്പമാണ് എന്നുള്ളത് വളരെ വ്യക്തം. അമേരിക്കയുടെ സെനറ്റ് അംഗം ചക്ക് ഷൂറർ, അങ്ങേര് സോറോസിൻ്റെ സുഹൃത്താണ്. അയാൾ പീസിനെ നിയമിക്കുന്ന ഈ അറ്റോർണിയായിട്ട് നിയമിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ്. ഈ സോറോസിൻ്റെ സുഹൃത്തായ സെനറ്റർ ചക്ക് ഷൂറർ എന്ന് പറയുന്ന ആൾ 2021 ഇങ്ങനെ അറ്റോർണിയായിട്ട് പീസിനെ അറ്റോർണിയായിട്ട് നിയമിച്ചത്. ഇടത് ശതകോടീശ്വരന്മാർ, ലെഫ്റ്റിസ്റ്റുകൾ, സോറോസിനെ പോലുള്ളവർ, ആ ഇടത് കോടീശ്വരന്മാർ ഈ ഷൂമറിൻ്റെ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റിക്ക് സംഭാവന കൊടുത്തിരുന്നു. പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റികൾക്കാണ് അവിടെ സംഭാവനകൾ ഈ പണക്കാർ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ട്രംപിന് സംഭാവനയാണെങ്കിൽ ട്രംപിൻ്റെ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റിക്കാണ് സംഭാവന കൊടുക്കുക. അങ്ങനെയാണ് അവിടുത്തെ ഫെഡറൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന സിസ്റ്റം. ഇവിടെയല്ലേ ഈ നേതാവിന് നേരിട്ട് കൊണ്ടുപോയിട്ട് കാശ് കൊടുക്കുന്നത്, അതിങ്ങനെ കൈതോലപ്പായയിലൊക്കെ കൊണ്ടുപോകുന്നത്. അവിടെ അങ്ങനെയല്ല, ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റിക്ക്. കാരണം ഇതൊക്കെ പിന്നീട് ഓഡിറ്റ് ചെയ്യുന്നതും ഒക്കെയാണ് സംഭാവന. പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റികൾക്കാണ് ഓരോ പാർട്ടിയുടെ ഒക്കെ സംഭാവനകൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഷൂമർ സെനറ്ററായിട്ട് നിൽക്കുമ്പോൾ അയാളുടെ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റിക്ക് പൈസ കൊടുത്തിട്ടുണ്ട് സോറോസ്. ജൂൺ 22 സോറോസ് ഈ ഡെമോക്രസി പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി 2 അതിന് പൈസ കൊടുത്തതായിട്ട് വിവരമുണ്ട്. എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റ്സിന്, ബൈഡൻ്റെ പ്രചാരണത്തിന് പൈസ കൊടുത്തിട്ടുണ്ട്. 2.5 മില്യൺ PSCക്ക് കൊടുത്തിട്ടുണ്ട്. 3 കൊല്ലമായിട്ട് 6 മില്യൺ കൊടുക്കുന്നുണ്ട് ഈ ബൈഡൻ്റെ പരിപാടികൾക്ക്. 2022 3.5 മില്യൺ, 2021 2.5 മില്യൺ, ഈ കൊല്ലം 16 മില്യൺ വലിയ തുക കൊടുത്തിട്ടുണ്ട് ബൈഡന്. അപ്പം ബൈഡന്റെ മുതലാളിയാണ്. അപ്പൊ ഇലക്ഷനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അത്രയും പൈസ ചെലവാക്കിയതൊക്കെ ജയിക്കുന്നൊക്കെ വിചാരിച്ചിട്ട്. ബൈഡൻ ജയിച്ചു കഴിഞ്ഞാല് മോദിയെ പുറത്താക്കാം, അദാനിയെ പുറത്താക്കാം, ഒരുപാട് പ്ലാൻ ഇവരെയൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുമല്ലോ. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാം. അപ്പം ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു അല്ലേ? ഒരുപാട് സ്വപ്നം കണ്ടിരുന്നതാണ്, ഒരുപാട് പൈസയും മുടക്കിയതാണ്. അപ്പൊ അതൊന്നും നടന്നില്ല. അപ്പോൾ ജോർജ് സോറോസ് പറഞ്ഞു പോകുന്നതിന് മുമ്പേ അദാനിക്കിട്ടൊന്ന് താങ്ങിയേക്കാം. അതാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ ഇവിടെ കോഴ കൊടുത്തു എന്നും പറഞ്ഞിട്ട് അവിടെ ഒരു കേസ് വരുന്നത് എങ്ങനെയാ? കേസില്ല. പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ കോഴ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ മുഴുവൻ പ്രതിപക്ഷത്തിന്റെ മുഖ്യമന്ത്രിമാര് ഭരിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കോഴ മേടിച്ചു എന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ഒരു കേസ് ഉണ്ടാക്കി മീഡിയാസ് ഇത് വലിയ ഇഷ്യൂ ആക്കി മാറ്റാൻ എന്തായിരിക്കും കാരണം? അതെ, അത് ഈ പ്ലാനൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നതാണ്. കാരണം ഞങ്ങൾ ഇത് നേരത്തെ പറഞ്ഞിരുന്നതാണെന്ന് ജയറാം രമേശ് പറഞ്ഞിട്ടുണ്ടല്ലോ. നേരത്തെ ഇവിടുന്ന് ഈ ജയറാം രമേശ് ഹർഷ് മന്ദർ, സോണിയാഗാന്ധിയുടെ ഓഫീസിലിരിക്കുന്ന ഒരു ഹർഷ് മന്ദർ, അയാൾ പഴയ IAS അയാൾ എഴുതി കൊടുത്താണല്ലോ മറ്റേ ധ്രുവറാട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹർഷ് മന്ദർ ഈ സംഘമെല്ലാം കൂടി എഴുതി കൊടുത്ത സാധനമാണ് അവിടെ ഫയൽ ചെയ്തിരിക്കുന്നത് കോടതിയിൽ. അതാണ് ഈ മണ്ടൻ സാധനമായിട്ട് അവിടെ ചെന്നിരിക്കുന്നത്. അവിടുത്തെ നിക്ഷേപകര് ഇതിൻ്റെ അകത്ത് ഇയാളുടെ സോളാർ പ്ലാന്റ് വരാൻ പോകുന്നതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അവരോട് ഈ കോഴ കൊടുത്ത കാര്യം പറയണമായിരുന്നു എന്ന് പറഞ്ഞിട്ട കേസ്. പറയണമായിരുന്നു. കാര്യം കോഴ കൊടുത്ത കമ്പനികളിൽ അവിടെ നിക്ഷേപിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. അപ്പൊ ഇയാൾ ഇവിടെ കോഴ കൊടുത്തിട്ടുണ്ടെന്ന് അമേരിക്ക പറയുക. ഇവിടെ കേസില്ലെന്നേ. ഇവിടെ കേസില്ല, അവിടെ കേസുണ്ട്. ഈ കോഴ കൊടുത്താലും അവിടെ പറയാത്തോണ്ട് നിക്ഷേപകരെ പറ്റിച്ചു എന്നാണ് എന്ന് പറയാ. ഇവിടെ കോഴ കൊടുത്തതിന് ഇവിടെ തെളിവ്. കോഴ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ BJP സർക്കാരിനല്ലല്ലോ. ഈ സംസ്ഥാന സർക്കാരുകളൊന്നും BJP സർക്കാരില്ല, ജഗ്മോഹൻ റെഡ്ഡി ഒക്കെയാ. ആ സർക്കാരുകൾ എന്തുകൊണ്ട് അന്ന് വെളിപ്പെടുത്തിയില്ല? അവിടെ എങ്ങാണ്ട് കൊടുത്തിരിക്കുന്ന ആന്ധ്രയിലെ 2000 കോടിയുടെ കോഴ എന്നാ പറയണേ. 1750 കോടി കൊടുത്തിരിക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡിക്കാണെന്നും പറയുന്നു. ഇപ്പൊ വന്നു കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ പറയുന്ന കേസില് അപ്പൊ BJPക്ക് കൊടുക്കാത്തൊരു കാര്യത്തിനാണ് വീണ്ടും BJPയെ ഇതിലേക്ക് നിർത്താൻ പറ്റുമോ നോക്കുന്നത്. അപ്പൊ 1750 കോടി ജഗ്മോഹന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 250 കോടിയല്ലേ ഉള്ളൂ. പിന്നെ 4-5 മുഖ്യമന്ത്രിമാർക്ക് 50 കോടി വെച്ചല്ലേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ 50 കോടിയല്ലേ ആന്റണി രാജുവിനും മറ്റേ കോവൂർ കുഞ്ഞും അവരുടെ വിലയുള്ളൂ ഇവിടുത്തെ മുഖ്യമന്ത്രിമാർക്ക്. ഇവിടുത്തെ MLA കൊണ്ട് അതിൽ കൂടുതൽ വില. അപ്പൊ അതാണ് കൊടുത്തു എന്ന് പറയുന്നത്. ഒരു വൃത്തികെട്ട കേസാ.
ഇവിടെ കേസില്ല. ആ. കോഴ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും BJP മുഖ്യമന്ത്രിമാരും ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളും അല്ല. അപ്പൊ പ്ലാനിങ്ങിന് എവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിക്ക് പൈസ കിട്ടിയെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, അതല്ലാതെ തന്നെ ജോർജ് സോറോസ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ പ്ലാനിങ്ങിന് എവിടെയോ പിഴവ് പറ്റിയോണ്ടല്ലേ ഇത് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം അവസാനം മണ്ടനാണല്ലോ രാഹുൽ ഗാന്ധി. അതുകൊണ്ട് മര്യാദയ്ക്ക് പാസ്സായിട്ടൊന്നുമില്ലല്ലോ. ഈ ആ കാലത്ത് സെന്റ് സ്റ്റീഫൻസിൽ അഡ്മിഷൻ വേണമായിരുന്നു. അപ്പൊ ആരോ ഉപദേശിച്ചു, നിനക്ക് ബുദ്ധിയില്ലല്ലോ, മാർക്ക് കൊണ്ടായാലും അഡ്മിഷൻ കിട്ടില്ല. അങ്ങനെ പുള്ളി അവിടുത്തെ ഡൽഹിയിൽ റൈഫിൾ ചാമ്പ്യൻഷിപ്പിൽ 4ാം സ്ഥാനം കിട്ടി. ആ കോട്ടയിലാണ് ആ കോട്ടയില സെന്റ് സ്റ്റീഫൻസിൽ അഡ്മിഷൻ കിട്ടിയത്. നിനക്ക് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ തരാന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ റൈഫിൾ ചാമ്പ്യൻഷിപ്പിൽ വെടിവെച്ചിട്ട് നല്ല വെടിക്കാരനായിരുന്നു എന്ന് അന്ന് പഠിപ്പിച്ച ആളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു സിംഗോ എന്തോ ഇപ്പോഴോ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിലും ഒക്കെ. ഇപ്പൊ ഈ വക വെടികളൊക്കെ ഉള്ളു, ഉണ്ടയില്ലാത്ത വെടികൾ. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് കുമരത്തൊക്കെ പോകുന്ന പറയാ. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ല സാറേ, ഇപ്പൊ ഇങ്ങനെയുള്ളൊരു കേസുമായിട്ട് ഇനിയും മുന്നോട്ട് പോയാലേ എന്ത് പ്രയോജനം ആർക്കുണ്ടാവുമെന്നാണ് വരുന്നത്? ഈ ലോക്സഭ സമ്മേളിക്കുന്ന സമയത്ത് വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുക, ഇതാണ് ചങ്ങാതി. ട്രംപ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് കേസ്? ട്രംപ് ഇപ്പൊ ഇവിടെ ഈ മലയാള മനോരമയ്ക്കും അതിന്റെ ലേഖകന്മാർക്കും ഒക്കെ ബഹളം ഉണ്ടാക്കാമെന്ന് മാത്രമല്ലേ ഉള്ളൂ. ദേശാഭിമാനിക്കും കൂടാം. നാളെ പറയട്ടെ ഏത് മുഖ്യമന്ത്രിമാർക്കെല്ലാം ആണ് കിട്ടിയെന്ന്. 1700 ആകെ 2000 കോടി, 1750 ജഗൻമോഹൻ റെഡ്ഡിക്ക്. അല്ല, ഈ ലോക്സഭാ സമ്മേളനം കൂടുമ്പോൾ ഇത് ഉന്നയിച്ചോണ്ട് വരില്ല എന്തായാലും പ്രതിപക്ഷം? അതാ ഇനി ഉന്നയിക്കുമോ എന്നുള്ള സംശയിക്കുന്നുണ്ട്. കാരണം ഇന്ന് ഇത് ദേശീയ ചാനലുകളിലില്ല, മലയാള ചാനലുകളിലും ഇല്ല. ആരും ചർച്ച ചെയ്തില്ല. ഇന്നില്ല ഇത്. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായപ്പോ അബദ്ധം പറ്റിയെന്ന് എല്ലാവർക്കും മനസ്സിലായി അല്ലേ, മീഡിയക്ക്? അതെ. ഇത് ആദ്യമേ ഞാൻ ഈ കേസിന്റെ രേഖകൾ വായിച്ചപ്പോഴും ഇത് എന്ത് ചീള് കേസാണെന്ന് എനിക്കും തോന്നി. കാരണം ഇവിടെ ഇങ്ങനെ ഒരു കേസില്ല, കോഴ കൊടുത്തായിട്ട് ആരും പറയുന്നുമില്ല. എങ്ങനെ പറയാൻ പറ്റും? കാരണം ഇന്ത്യ മുന്നണിയിലെ ആളുകൾക്കല്ലേ കിട്ടിയിരിക്കുന്നത്, മുഖ്യമന്ത്രിമാരൊക്കെ അവരുടെ അല്ലേ. അപ്പോൾ ഇത് സോറോസ് കുറെ കാലമായിട്ട് തുടങ്ങി. 2023 കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി 16 സോറോസ് പറഞ്ഞതാണ് മോദിയും അദാനിയും തമ്മിലാണ് സഖ്യം, അവരുടെ വിധി ഇഴചേർന്നാണ്, ഒന്നിച്ചു പോകുന്ന വിധിയാണ് അവരുടേത്. അദാനി എൻ്റർപ്രൈസസ് ഓഹരി വിപണിയിൽ നിന്ന് വലിയ ഫണ്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചു, തോറ്റുപോയി എന്ന് പറഞ്ഞു. അത് ഹിൻഡൻബർഗ് വന്നു കഴിഞ്ഞപ്പോൾ IPO വേണ്ടാന്ന് വെച്ചില്ലേ അദ്ദേഹം. ഇത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മറ്റേ കടപ്പത്രവും ബോണ്ടും ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചില്ലേ. അല്ലാതെ നിൽക്കാനുള്ള കാശുണ്ടെന്നേ കയ്യിൽ. ആകെ സംഭവിച്ചിരിക്കുന്ന കെനിയയിൽ എന്തോ വിമാനത്താവളം ഏറ്റെടുക്കുന്ന ഏതോ കരാർ കെനിയയിൽ റദ്ദാക്കിയിട്ട്, അദാനിയായിട്ടുള്ള കരാർ കെനിയൻ പ്രസിഡന്റ് റദ്ദാക്കി എന്ന് പറഞ്ഞു. അത് ആ പ്രസിഡന്റിന് കൊണ്ടുപോയി കുറച്ചും കൂടി പൈസ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ, ദാരിദ്ര്യം കൊണ്ട് നേരിട്ട് കൊണ്ടുപോയി പ്രസിഡന്റിന് പൈസ കൊടുക്കണം. അപ്പൊ കുറച്ചുകൂടി ചില്ലറ വേണമെന്നേ പുള്ളി ഉദ്ദേശിക്കുന്നുണ്ട്. സോറോസിന്റെ മോൻ അവിടെ ചെന്ന് പ്രസിഡന്റുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അപ്പോൾ അതാണ് അവിടെ അങ്ങനെ പറഞ്ഞു. ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ കൂടെയാണ് ഈ മോഡി നിൽക്കുന്നത് എന്ന് നേരത്തെ സോറോസ് പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നപ്പോൾ ഇയാൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ സോറോസ് പറഞ്ഞിട്ടുണ്ട്. ദാവോസിൽ ഇക്കണോമിക് ഫോറത്തിൽ മോദിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് ഇയാൾ. അപ്പോൾ ഇതിൽ OCCRP എന്ന് പറഞ്ഞൊരു സംഗതിയുടെ ഞാൻ പറഞ്ഞില്ലേ, ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ്, അങ്ങനെ ഒരു സംഘടനയും മോദിക്കെതിരെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അവർക്കും ഫണ്ട് കൊടുത്തിട്ടുണ്ട്. 6.6 കോടി രൂപ സോറോസ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ കഥകൾ ചാമിക്കുന്ന ആ സംഘടനയ്ക്കും കൊടുത്തിട്ടുണ്ട്. ഈ അതിൻ്റെ ഡയറക്ടർ ആനന്ദ് മഗ്നാലെ എന്ന് പറഞ്ഞ ഇന്ത്യക്കാരനാണ്. അയാൾക്ക് 6 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അയാൾ ന്യൂസ് ക്ലിക്കിൻ്റെ ഈ കൺസൾട്ടൻറ്റുമാണ്. ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഫണ്ട് മേടിച്ചിട്ട് പ്രവർത്തിക്കുന്നു. മറ്റേ പ്രബീർ പുരകായസ്ഥ എഡിറ്ററായിട്ടുള്ള ഒരു സിംഗം, ശ്രീലങ്കക്കാരനും പക്ഷേ ഇപ്പോൾ ഷാങ്ഹായിലുള്ള നെവിൽ സിംഗം, പ്രകാശ് കാരാട്ടിൻ്റെ സുഹൃത്ത് നെവിൽ റോയ് സിംഗം, ആളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണല്ലോ ന്യൂസ് ക്ലിക്ക്. അത് കേസുണ്ട് ന്യൂസ് ക്ലിക്കിനെതിരെ. ന്യൂസ് ക്ലിക്കിൻ്റെ കൺസൾട്ടൻ്റ് ആനന്ദ് മഗ്നാലെ
അയാളുടെയാണ് ആ OCCRP എന്ന് പറഞ്ഞ സംഘടന മോദിക്കെതിരെയൊക്കെ അമേരിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് 6.6 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അപ്പോൾ 2020 ദാവോസിലും ഇന്ത്യക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇതൊരു ഈ പദ്ധതി ഇയാളുടേതായിരുന്നു, ജോർജ് സോറോസിൻ്റെതായിരുന്നു. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞാണ് ഇത് സോറോസിൻ്റെ മണയിലുണ്ടായിരുന്നു, ആൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് വിവരം മുഴുവൻ പുറത്താണ്. ഈ കേസ് മുഴുവൻ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന അറ്റോർണിയുടെ ഭാര്യ സോറോസ് കാശ് കൊടുക്കുന്ന NGOയിൽ ജോലി ചെയ്യുന്നു. അതിൻ്റെ അഭിഭാഷകനും ഡയറക്ടറുമാണ്. അതിൻ്റെ ഉടമസ്ഥനും കാശ് കൊടുക്കുന്നുണ്ട്. ഉണ്ടയില്ലാത്ത വെടി തന്നെയാണെന്ന് വ്യക്തമായി, വളരെ വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.